ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അയർലൻഡിലാണ്. അയർലൻഡിൽ കവാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരു വില്ലേജ് ഏരിയയിലാണുള്ളത്. ഞാൻ ഇന്നലെ രാവിലെ വെയിൽസിലുണ്ടായി. ഞാൻ പുറത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പുറത്തേക്കൊന്നും പോകാണ്ടിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് എടുത്തിട്ട് അങ്ങനെ അർജൻറ്റീന എല്ലാം ജയിച്ച് നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ അതിൻ്റെ ആഘോഷമൊക്കെ ഞാൻ അവിടെ നിന്നിട്ടാണ് കേട്ടോ ചെയ്തത്. അതായത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂക്കി വിളിയായിരുന്നു. ഞാൻ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3 മണിയെങ്ങാണ്ടായപ്പോൾ ഞാൻ എയർപോർട്ടിലെത്തി. ഹോസ്റ്റലെടുത്ത് പോയിട്ട് ഹോസ്റ്റലാണെങ്കിൽ ഉറങ്ങാനും പറ്റിയില്ല. രാവിലെ ചെക്കൗട്ടും ചെയ്യണം. അങ്ങനെ ചെക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ കുറേ തേരാപ്പാര നടന്ന് അവിടുന്ന് ബസ് എടുത്തിട്ട് ഇപ്പോൾ വേറെ ഒരു മലയാളി ഫാമിലീൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഞാൻ ഇവിടെ പാർക്കിലിരിക്കുകയാണ്. ഇവിടെ കുറേ പിള്ളേരെല്ലാം ഉണ്ട്. അവരെല്ലാരും അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഐസക്. ഇത് ഐസക്. അവിടെ വേറെ ആളുണ്ട്, ആൽബീൻ. അവിടെ നിൽക്കുവാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വില്ലേജ് അല്ലേ? യൂറോപ്പിലെ വില്ലേജ് ഏരിയ ആണിത് അല്ലേ? പക്ക വില്ലേജാ. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് വില്ലേജസ് എന്ന് പറയുമ്പോ അല്ലെ? ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ വില്ലേജിൽ പോയിട്ടാ സ്റ്റേ ചെയ്യുന്നത്. മീൻസ് അങ്ങനെ വില്ലേജ്, ആ ഒരു തേർഡ് വേൾഡ് കൺട്രിയിലെ വില്ലേജ് സാധനം ഇവിടെ ഇല്ല. ഹായ്, ഇത് എയ്ഡൻ. എന്തെന്നാ ഫോണാ? എന്താ ചേടാ, എപ്പോഴും എടുക്കണം. ഇത് എയ്ഡൻ. 4 പിള്ളേരുണ്ട് കേട്ടോ. 4 പിള്ളേർക്കും ആകെ 1 വയസ്സ് ഡിഫറൻസ് ഉള്ളു. ചേടാ ഇറങ്ങുന്നില്ല. എയ്ഡൻ. 4 പിള്ളേരുണ്ട്. 4 പിള്ളേരും എടുത്തോണ്ട് നടന്നാൽ കുഴപ്പമില്ല. ഇതുണ്ടോ, ഇവിടുത്തെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓ എന്താ, അയ്യോ ഞാൻ ക്ഷീണിച്ച്. പിള്ളേരെ നോക്കൽ എളുപ്പമുള്ള പരിപാടി ഇല്ല കേട്ടോ. അങ്ങോട്ടൊക്കെ കണ്ടോ, ഫുള്ള് ജസ്റ്റ് വീടുകൾ മാത്രമുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണുള്ളത്. ഇവിടുത്തെ വില്ലേജ് ഏരിയ ഇങ്ങനെയാണ്. ഡബ്ലിനിലുണ്ടായി, ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായില്ല. ഞാൻ അതുവഴി രാവിലെ കറങ്ങിയായിരുന്നു കുറേ ഒറ്റയ്ക്ക്. പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നാ വരുന്നത്. എയ്ഡൻ തെറ്റിപ്പോയി. ടാറ്റാ. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ടേ. ടാറ്റാ, പോവാണോ? ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഫ്രണ്ട് ആൽബിൻ, ആളുടെ ബ്രദറാണ് ഐസക്ക്. പിന്നെ ഫുൾ വൈഫ്, അമ്മ, ഫുൾ ഫാമിലി ഉണ്ട്. അവരുടെ എല്ലാം പാസ്പോർട്ട് തന്നെ ഇവിടുത്തെ ഐറിഷ് പാസ്പോർട്ടാണ്. ലൈക്ക് ഇവിടുത്തെ പാസ്പോർട്ടായിട്ടുണ്ട്. PR അല്ല, പാസ്പോർട്ടിന് കിട്ടി. പിള്ളേരുടെ എല്ലാം പാസ്പോർട്ട് ഇതാ. എനിക്കത് മാത്രമേ അസൂയുള്ളൂ, വേറൊരു കാര്യത്തിന് അസൂയില്ല. പിള്ളേരൊക്കെ ജനിച്ചപ്പോഴേ ഇവിടുത്തെ പാസ്പോർട്ട് ആയതുകൊണ്ട് സെറ്റാ. ഞാനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതും ആ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്തവർക്കറിയാം. ഒരു 10 രാജ്യം ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്തവർക്കറിയാം അതിൻ്റെ ആ ഡിഫിക്കൽട്ടി. ഞാൻ കവാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇവിടുന്ന് തീരെ വയ്യാതെ ഞാൻ എയർപോർട്ടിലേക്ക് പോകാണ്ടോ. ഇവിടുന്ന് ബസ് എടുത്തിട്ടേ ഈ ഒരു ബസ് എടുത്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ത്രോട്ട് പെയിനും തലവേദനയും. തീരെ വയ്യ, മിണ്ടാൻ വയ്യ. എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ. ഞാനിന്ന് അവിടെ ഒരു കേവിലും ബീച്ചിലും ഒക്കെ പോകണമെന്ന് വിചാരിച്ചാണ്. അയർലൻഡ് വന്നിട്ട് എവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ഡബ്ലിങ് കറങ്ങി, പക്ഷെ അതിനെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഇപ്പം ഇന്നാണെങ്കിൽ ഇങ്ങനെയായി, തീരെ വയ്യാണ്ടായി. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല അയർലൻഡിലെ. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഗ്രീസിലേക്ക് പോകുന്നതാണ്. 3 ഫ്ലൈറ്റ് എടുക്കണം. 3 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് UK എന്നിട്ട് തന്നെ 18,000 ഇന്ത്യൻ റുപ്പി വന്നു കേട്ടോ. സാധാരണ 5,000-4,000 രൂപയ്ക്ക് വരുന്ന ഫ്ലൈറ്റാണ്. 3 ഫ്ലൈറ്റ്. ആദ്യത്തെ ഫ്ലൈറ്റ് UK കണക്റ്റിംഗ് ആണ്. പിന്നെ UK-ന്ന് വേറൊരു സ്കിയോസ്ന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഗ്രീസിൽ തന്നെയുള്ളൊരു ഐലൻഡിലേക്കുള്ളത്. അവിടെ നിന്ന് പിന്നെ വീണ്ടും ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഗ്രീസിൽ ഏതൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ക്യാപിറ്റൽ സിറ്റിയാണ് ഗ്രീസിൻ്റെ, അവിടേക്ക് എത്തുന്നത്. അവിടെ ജസ്റ്റ് ഒരു 2 ഡേയ്സ്, പ്രോപ്പറായിട്ട് 2 ഡേയ്സ് ഇല്ല കേട്ടോ. അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലൊരു എമർജൻസി ഉണ്ട്, അതിനായിട്ട് പോകുന്നു. അപ്പോഴേക്ക് എൻ്റെ അസുഖം മാറിയാൽ മതിയായിരുന്നു. നാട്ടിലിനി എത്താനായിട്ട് ഒരു 4 ഡേയ്സ് ഉണ്ട്. ആ 4 ഡേയ്സിൽ ഹെൽത്തെല്ലാം ഓക്കെ ആയാൽ മതിയായിരുന്നു. ഭയങ്കര ചുമയും ഭയങ്കര ബുദ്ധിമുട്ട്.
അയർലൻഡിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ UK എത്തിയിട്ടുണ്ട്. UK ലീഡ്സിലെത്തി. ഇവിടെ എനിക്കൊരു 9.5 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം ഉണ്ടായി. ഞാൻ അവിടെ എയർപോർട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കസിനെ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീനേജിൽ ഞാൻ കണ്ടാണ്. സോ ഫൈനലി ഇതാണ് പേര്. അതായത് ഞാൻ ചിഞ്ചു എന്നാണ് വിളിക്കാറുണ്ട്. പേര് എനിക്കറിയൂല. പേര് ശ്രീലക്ഷ്മി. അത് ഞാൻ പറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരായിരിക്കും ശ്രീലക്ഷ്മിയിലെ കുറേ നാളായിട്ട് കോണ്ടാക്ട് ഇല്ല, കണ്ടിട്ടൊന്നുമില്ല. ഇത് ശരിക്കും അല്ലേ കോയിൻസിഡൻസ് എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അയർലൻഡിൽ ഉള്ളപ്പോഴാണ് മെസ്സേജ് അയക്കുന്നത്. UK ഇവിടുന്ന് പോയി. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഗ്രീസിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നോക്കിയപ്പോഴാണ് കറക്റ്റ് ലീഡ്സിൽ എനിക്ക് ഇവിടെ ലീഡ്സിലുള്ളത്. ഇവിടെ ലേ ഓവർ അതും കുറേ ടൈമുണ്ട്. സോ എന്നത് ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്തതിന് അവിടെ വന്നേക്കാണ് ഫുഡ് കഴിക്കാനെല്ലായിട്ട്. ഹായ്, ഇതെല്ലാം ഇത് പാർട്ട്ണർ ഫിയാൻസെ റൈറ്റ്. ഞാൻ ഫിയാൻസെ ആളുടെ സിസ്റ്ററാണ്. പേര് അനഘ, അമൽ, ഇത് ടിൻസി. ഓക്കെ, ഇവിടെ എല്ലാരും വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരുമിച്ചാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആക്ച്വലി മെഗ്ഡിയൊക്കെ ആയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. താങ്ക് യു. പക്ഷെ അത് കഴിക്കാൻ ഒരു മൂടുമില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എനിക്ക് ടൈമുണ്ട്. 5 മണിക്ക് തിരിച്ച് കയറിയാൽ മതി. 7:30 വരെ ടൈമുണ്ട്. സോ നല്ല ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, അച്ചാർ ഇതൊക്കെ കേട്ടിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ അത് മാത്രമല്ല ഞാൻ സിക്കായിട്ടിരിക്കുകയാണ്. തീരെ പറ്റുന്നതല്ല. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയാണ്. കാരണം രാവിലെ 7:30 വരെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സമയം പോകില്ല. അവിടെ ആണെങ്കിൽ ആകെ 3-4 പേരേ ഉള്ളൂ. ഇരിക്കാൻ പോലും സ്പേസ് ഉണ്ടായില്ല. അങ്ങനെയാണ് പിന്നെ അവിടെ എത്തിയത്. സോ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഹലോ, ഞാൻ സ്കിയാത്തോസിലെത്തി. ഇന്ന് മോർണിംഗ് എത്തിയതാണ്. തീരെ പറ്റുള്ള ഭയങ്കര സിക്കായിട്ട് കിടക്കണായിരുന്നു. അവിടെ ഇരിക്കും അങ്ങനെ എയർപോർട്ടിൽ ഇരിക്കും. ഒരു 6 മണിക്കൂർ ഇവിടെ ലേ ഓവർ ഉണ്ടായി. ഇത് ഗ്രീസിലുള്ള ഒരു ചെറിയ ഐലൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഒളിമ്പിക് എയർലൈൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു എയർലൈനിൽ ഞാൻ പോവാം. നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ പോകില്ലേ, ആ ലക്ഷദ്വീപിലൊക്കെ പോകുമ്പോൾ ചെറിയ ഫ്ലൈറ്റില്ല, അതുപോലത്തെ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ ചെറിയ ഐലൻഡ് ആകുമ്പോൾ ഇങ്ങനത്തെ ഫ്ലൈറ്റ്സിലാണ് പോവുക. അപ്പോൾ അങ്ങനെ പോവാണ്. ഇവിടെ ഭയങ്കര വെയിൽ. ഇപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7:15 എന്നിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. ഒരു 10-10:30 വരെ വെയിലായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ സിക്കായിട്ട് സീരിയസ്ലി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തീരെ പറ്റുന്നുണ്ടായില്ല. കോൾഡ് എക്സ്ട്രീം. ഞാൻ മെഡിസിനൊക്കെ രാവിലെ കഴിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇപ്പം മെഡിസിൻ കഴിച്ചില്ല. ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ലാസ്റ്റ് ഒരു ആപ്പിൾ മാത്രമാണ് കഴിച്ചത്. രാവിലെ എടുത്ത മെഡിസിനെല്ലാം അങ്ങനെ നിന്ന്. ഇനിയുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 55 മിനിറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഏതൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഗ്രീസിൻ്റെ അവിടെ എത്തും. ഒന്ന് പോയി ബെഡ് കണ്ടാൽ ഞാൻ അപ്പം കിടന്നുറങ്ങും. അത്രയും ഞാൻ ടയർഡാണ്. എക്സ്ട്രീംലി ടയർഡും. ഞാൻ തീരെ വയ്യാണ്ടിരിക്കുവാണ്. അത് അങ്ങോട്ട് കയറാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സ്ലോ ആയിട്ടാണ് കയറുന്നത്. കാരണം ഇത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ഫുള്ളായിട്ടാണല്ലേ. ഞാൻ ഇന്നലെ ഇവിടെ ഗ്രീസിലെത്തിയതിന് ശേഷം പിന്നെ എനിക്ക് വയ്യായിരുന്നു. ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല, കിടന്നു എന്ന് പറയാം. കാരണം ഞാൻ കുറച്ച് ടൈമേ ഉറങ്ങിയുള്ളൂ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്ന് പറ്റുന്നുണ്ടായില്ല. ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഫുൾ ബോഡി പെയിനും തീരെ പറ്റാണ്ട്. എനിക്കിനി അടുത്ത ഫ്ലൈറ്റ് എടുത്ത് പോകാനുണ്ട് നാട്ടിലേക്ക്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ പോകുന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ എണീച്ചപ്പോൾ തന്നെ എനിക്ക് ആവി പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം ഞാൻ ഇന്നലെ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ വീട്ടിൽ. ഹലോ, നമസ്കാരം. പേര്? ഓക്കെ, നാട്ടില് എവിടെ? ചാലക്കുടി തന്നെ. ഓക്കെ, അതറിയാ. അയ്യോ, ചിരിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആവിയൊക്കെ പിടിച്ച് ഞാനിവിടെ ഇരിക്കണേ കേട്ടോ. ഇന്നലെ ഇത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ. ഇന്നലെ രാത്രി ഇപ്പം ഇരട്ടിയായത്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമായി ലൈക്ക് വയ്യാണ്ടായിട്ട്. പക്ഷെ മാറിയിട്ടില്ല. പക്ഷെ ഞാൻ മെഡിസിൻ കഴിക്കണ്ടായി. ട്രാവലിംഗ് അല്ലേ, ഈ 4 ദിവസത്തിൽ ഞാൻ എത്ര ട്രാവൽ ചെയ്ത് ഇവിടെ വന്നേ. ഡോക്ടറെ കണ്ടില്ല. പക്ഷെ മെഡിസിൻ ഡോളോയും സിട്രസിനും ഗ്യാസിൻ്റെ ഗുളിക അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മാറിയിട്ടില്ല. ഇനി 2 ദിവസത്തിൽ റെഡിയാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കാം. സോ ഇവരെനിക്കിപ്പോൾ കിട്ടിയ കോണ്ടാക്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് 163 രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അതിലുള്ള ആൾക്കാരാണ് എനിക്ക് കോണ്ടാക്ട് തന്നത്. അങ്ങനെയാണ് ഞാനിവിടെ വന്ന്. കാരണം പനിയൊക്കെ പിടിച്ചിട്ട് ഞാനിപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയിട്ടൊക്കെ നിൽക്കുമായിരുന്നെങ്കിൽ അയ്യോ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ പിടിക്കാനും കിടക്കാനൊക്കെ ഇതുണ്ട്. പോരാത്തന്നെ എനിക്ക് സ്മെല്ല് കിട്ടുന്നില്ല. മൂക്കടിച്ചു പോയിട്ടുള്ളത്. ഈ സ്മെല്ല് തീരെ കിട്ടുന്നില്ല. അയ്യോ, എനിക്ക് സൗണ്ട് പോകുന്നുണ്ട്. മൂക്കുന്ന ഒലിക്കലൊക്കെ ഇരുന്ന് തീരെ പറ്റുള്ള. അയ്യോ സത്യം ഇന്നലെ സംസാരിക്കുന്നില്ല. എൻ്റെ സ്മെല്ല് പോയി. ഞാൻ വിക്സൊക്കെ സ്മെല്ല് കിട്ടും. എനിക്ക് സ്മെല്ല് കിട്ടില്ല. ഫുഡിൻ്റെ സ്മെല്ല് കിട്ടില്ല.
മൊത്തത്തിൽ എൻ്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ വേറെ എന്തോ പോലെയാണ്. കൊറോണ സമയത്ത് ഞാൻ യാത്ര ചെയ്തിട്ട് പോലും എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൊറോണ ടൈമിൽ ഇങ്ങനെ സ്മെല്ല് പോകുന്നത് കണ്ടിട്ട്, പക്ഷെ ഇപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും സ്മെല്ല് മൊത്തത്തിൽ പോയിട്ട് മൂക്ക് മൊത്തം അടഞ്ഞ്. ഞാനിനി എങ്ങനെ നാട്ടിലെത്തുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പോലും എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അയർലൻഡിൽ പോലും എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഗ്രീസിൽ നിന്ന് ഇനി ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ പോകണം. മുംബൈ പോയിട്ട് അവിടെ ലെയോറുണ്ട്, ലെയോറിൽ ഇരുന്നിട്ട് വേണം കൊച്ചിയിലെത്താൻ. അയ്യോ, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് യാത്രേൻ്റെ ഇടയിലുണ്ടല്ലോ നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഭയങ്കര ഡൗൺ ആവും. നമ്മൾ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഫുൾ ബോഡി പെയിൻ എടുക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ വേദന എടുക്കുവാണ്. അപ്പോൾ ആവിയൊക്കെ പിടിച്ചിട്ട് 1% കുറവുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം. ഇത്ര 4 ദിവസമായിട്ട് മരുന്ന് കഴിക്കണ്ടായി. എന്നിട്ടാണ് ഇത് മലയാളി ആയതിൽ ഭയങ്കര ഇതായി തോന്നുന്നത്. കാരണം ഇപ്പോൾ മലയാളീസിനെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവും. എന്തായാലും നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോഴേ വയ്യാണ്ട് തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ളത്. സോ അയ്യോ, ഞാൻ ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് വേണം ഇനി എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട്. ഫുൾ ബോഡി പെയിൻ എന്തൊക്കെ ആവുന്നു. ത്രോട്ട് പെയിൻ എക്സ്ട്രീം, ഡ്രൈ കഫാണ്, ഉറങ്ങാൻ പറ്റില്ല. മൂക്കൊലിപ്പും കോൾഡും ത്രോട്ട് പെയിൻ എക്സ്ട്രീമാണ്. തലവേദന ആണെങ്കിൽ അതിനപ്പുറം പറയാനൊന്നുമില്ല. എല്ലാം ഉണ്ട്, എല്ലാം എക്സ്ട്രീം ആയിട്ടാണ്. ഫൈനലി ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് ലിക്കറും ഈ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് ഞാൻ പോവാണ്. ഞാൻ ഭയങ്കര ടയർഡ്, ഞാൻ ചത്ത്, മൂക്കൊക്കെ വേദന എടുക്കുന്നു. ടിഷ്യൂ വെച്ചിട്ട് ഞാൻ ഇതാക്കിയിട്ട് ഒന്നും പറയണ്ട, ചുമച്ചും ഫ്ലൈറ്റിലിരുന്ന് ഞാൻ ഡെഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എനിക്കിനി ഇവിടെ 12 മണിക്കൂർ ലെയർ ഉണ്ട്. അപ്പം ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നിട്ട് നാളെ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഡോം എടുത്ത് സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് നേരെ ഊബർ വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ആകെ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. മഴയാണ്, മഴയില്ലെങ്കിൽ ബൈക്ക് ബുക്ക് ചെയ്തിട്ട് വരാമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ബൈക്ക് ബുക്ക് ചെയ്ത് വന്നപ്പോൾ വെറും 50 രൂപയുള്ളൂ. ഇപ്പോൾ ഊബറിന് ഒരു 200 രൂപ ആവുന്നുണ്ട്. കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓട്ടോയും ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ്. അപ്പോൾ പിന്നെ ഞാൻ കാർ ബുക്ക് ചെയ്ത് നേരെ എയർപോർട്ട് വരെ പോവാം, അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ പുറത്ത് വരെ പോകാൻ പറ്റുള്ളൂ. നല്ല ട്രാഫിക്ക്, ഇവിടെ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക്. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നെറ്റ് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തടിച്ച് വീർത്തേക്കുന്ന അത് അവിടെ നെറ്റിന്ന് സൈഡ് ഇടിച്ചപ്പോൾ മുഴച്ചങ്ങ് നല്ല വേദനയായിരുന്നു. കിളി പോയി, നല്ല മുഴച്ച് വലുതായിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ചളിയും മഴയായിട്ടാണ് കിടക്കുന്നത്. കണ്ട നോക്കി, മഴ കാരണം. പക്ഷെ മഴയാണെങ്കിലും നല്ല ചൂടുണ്ട്. കേരളത്തിൽ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇന്നലെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇല്ലാണ്ടായി. ഫ്ലൈറ്റിൽ നിന്നാണെങ്കിലും ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇന്ന് വെളുപ്പിനൊരു 6:30-ക്കാണ് ഞാൻ കിടന്നത്. 6:30 വരെ എനിക്ക് ജലദോഷം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നിൽക്കാതെ നോൺ സ്റ്റോപ്പായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വേൾഡ് കപ്പ് കഴിഞ്ഞു. ഫൈനലിൽ സ്പെയിൻ ജയിച്ചു, അർജൻറ്റീന നമ്മൾ തോറ്റു. പക്ഷെ സാരില്ല, നമ്മൾ ഫൈനൽ വരെ എത്തി. ഓരോരുത്തർ കിടന്ന് ഇതാവുന്നുണ്ട്. പോർച്ചുഗലുകാരും ബ്രസീലുകാരും ഫ്രാൻസുകാരും ജർമ്മനിക്കാരൊക്കെ കുറേ പേരുണ്ട്. അതിൽ കുറേ ആൾക്കാരൊക്കെ ക്വാർട്ടർ ഫൈനൽ പോലും എത്താത്ത ആൾക്കാരാണ് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത്. അയ്യേ തോറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാൻ കുറേ പേരുണ്ട്. ഓൾറെഡി ഞാൻ അസുഖമായിട്ട് വയ്യാണ്ടിരിക്കുന്നു, ട്രാവൽ ചെയ്ത് ഇത്രയും ടയർഡായിട്ടിരിക്കുന്നു. എല്ലാം കൊണ്ട് ഞാൻ ചത്തിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളുടെ അടുത്ത കൂട്ടുകാരെന്നെ നമ്മൾ അർജൻറ്റീന തോറ്റ് എന്നെ കുത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാനിതേ പോവാണ്. ഇനി ഇപ്പോൾ 11 മണിയായിട്ട് 12:30-ക്കാണ് ഫ്ലൈറ്റ്. ഓൾറെഡി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ബാഗേജ് പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല. ആകെ 2 ബാഗുള്ളൂ. 30 കിലോ ഉണ്ട്, പക്ഷെ കൊണ്ടുവന്നില്ലത്. ഞാൻ ലിക്കറൊക്കെ മേടിച്ചിട്ടുണ്ടായി, അതും ബാഗും പിന്നെ ചെറിയ ബാഗും എല്ലാം എടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോട്ടെ. ഞാൻ മുംബൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ബോർഡിംഗ് പാസ് ഇങ്ങനെ സ്കാൻ ചെയ്ത് കയറുമ്പോൾ അതേ സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. ഇതിനുള്ള പേരൊക്കെ മറന്നു. പേര് പക്ഷെ ഞാൻ ആരും ഓർക്കാറില്ല കേട്ടോ. എൻ്റെ ചങ്കാണ്. സിംബാബ്വേയിൽ എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം. 2 വർഷം ആയില്ലേ? 2 വർഷമായി. 2 വർഷം ഒരു അമ്മു പൂച്ച ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പറയണത്. പൂച്ച ഷിപ്പില്ല കേട്ടോ. അപ്പോൾ അവള് സിംബാബ്വേയിൽ നിന്ന് വരുന്നു, ഞാൻ ഗ്രീസിൽ നിന്ന് വരുന്നു. നമ്മൾ രണ്ടുപേരും കൊച്ചിക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അന്ന് ഇവള് സിംഗിളായിരുന്നു, മീൻസ് കൊച്ചൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ കൊച്ചൊക്കെ ആയി. ഹായ്, എന്താണ് കൊച്ചിൻ്റെ പേര്? ഇസായക്ക് അവള് സെർലാക്ക് കൊടുക്കും. ഇപ്പൊ അവൾക്ക് സംസാരിക്കാൻ സമയമില്ല, അവള് ബിസിയായി. ആയിരിക്കും സെർലാക്ക് വിശക്കണെന്ന്. എനിക്കിഷ്ടം സെർലാക്ക് കഴിക്കാൻ. എന്തിനാ കരയണ? ഇപ്പൊ തരാലോ.
കൊച്ചു കഴിച്ചോട്ടെ. എനിക്ക് വലിയ ഇഷ്ടമായി എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇതിലെന്തൊക്കെയുള്ള ഈ സർലാക്കില് എനിക്കറിയില്ല. ഓക്കെ. കൊച്ചു ഹാപ്പിയായി. സർലാക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ ഇപ്പൊ ഫുള്ള് കൊച്ചുള്ളതുകൊണ്ട് കുറേ സാധനങ്ങൾ എക്സ്ട്രാ ബാഗ് ഉണ്ട് അല്ലേ? ഓ എന്തായാലും ഇത് ഭയങ്കര ഒരു സർപ്രൈസ് മീറ്റായി പോയല്ലേ. ഞാൻ പറയായിരുന്നു അന്ന് തൊട്ടിട്ട് ഇവള് നാട്ടിൽ വരുമ്പോ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വരണം പറഞ്ഞിട്ട് വിളിക്കാം. ഇനി ഞാൻ നാട്ടിൽ പോയിട്ട് വേണം അവളുടെ വീട്ടിൽ പോകാൻ. വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് മറ്റേ കറി ഉണ്ടായി തരണം. എന്തായാലും മാങ്ങക്കറി, അങ്കമാലി മാങ്ങക്കറി അത് ഉണ്ടാക്കണം. അത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇതുവരെ. അപ്പൊ എനിക്ക് കഴിക്കണം. ഞാൻ കഴിച്ചിട്ടില്ല. ഭയങ്കര അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സിംബാബ്വേയിലുള്ളപ്പോഴാണെങ്കിൽ ഇവളുടെ ഫുഡ് പറയണ്ടല്ലോ. അന്നത്തെ വീഡിയോ എടുത്ത് നോക്കി 2 ദിവസത്തെ ബാക്കിലേക്ക് പോയി വീഡിയോ എടുത്ത് നോക്കി അറിയാം. കുറേ ഫുഡ് ഐറ്റംസ് അവൾ എനിക്ക് എല്ലാ ദിവസവും ഉണ്ടായിട്ടെന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നാട്ടിൽ പോയി കഴിക്കണം. ഞാൻ സിക്കായിട്ട് തീരെ വയ്യാനൊക്കെ നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് എനർജി കിട്ടി. സീരിയസ്ലി ഭയങ്കര ഹാപ്പി, ഭയങ്കര സർപ്രൈസ് ആയി പോയി. എനിക്ക് 2024 കണ്ടപ്പോൾ 26 പിന്നെ 2 വർഷമായിട്ട് നമ്മളൊരു കൊണ്ടിട്ടില്ല. ഇടയ്ക്ക് മിസ് ആയിരിക്കും. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ടത് സന്തോഷം. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് നിർത്തി. കാരണം കൊച്ചൊക്കെ ഇട്ടാ നിക്കണത്. അന്ന് കൊച്ചൊന്നില്ലല്ലോ. കൊച്ചായെന്നൊക്കെ എനിക്കറിയാം. എന്നെ മാമോദിസൊക്കെ എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പെങ്കിൽ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്നോട് ഇപ്പൊ പോയി വരാന്ന് വന്നതാണ്. സൗത്ത് ആഫ്രിക്ക. ശരിയാ, സൗത്ത് ആഫ്രിക്ക അന്ന് ഇപ്പൊ വിസ ഈസിയാ മോളെ. ഇപ്പൊ ഇന്ത്യന്ന് ആക്കി ഈസിയാണ്. അന്ന് ഓർക്കില്ലേ ഞാൻ അവിടെ ഫ്രീ ആണ് VFSലൊക്കെ പോയി. അന്ന് എനിക്ക് വിസ കിട്ടിയില്ല. അന്ന് അതുകൊണ്ട് ആ കൺട്രി മാത്രം ആ ഏരിയയിൽ പോവാത്തുള്ളൂ. സൗത്ത് ആഫ്രിക്ക മാത്രം. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ സൗത്ത് ആഫ്രിക്ക പോകുമ്പോ എളുപ്പമല്ലേ? അപ്പൊ സിംബാബ്വേയിലേക്ക് വരാം. കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഫുൾ അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറേ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല ഗ്രീനറിയാണ്. നമ്മുടെ കേരളം പച്ചപ്പും ഹരിതാപം എന്ന് പറയുന്നത് എന്ത് ശരിയാണല്ലേ? നമുക്ക് വേറെ എവിടെ ഇത്രയും ഇതായിട്ട് കാണില്ല. ആമസോൺ ഫോറസ്റ്റിൽ കണ്ടത്. അത് കഴിയുമ്പോൾ ഇവിടെയാണ് ഇത്രയും ഗ്രീനറിയോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. ഫൈനലി ബാക്ക് ടു കേരള. കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വെയ്യാതിരുന്നോണ്ട് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായില്ല. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാമെന്ന് അൻഷിത് ബ്രോ. അങ്ങനെ ഞാൻ ഇപ്പോൾ കൊച്ചിയിലുണ്ട്. ഇവിടെ ഞാനിതാ എൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്താണുള്ള. ഹായ് ഉമ്മ, എന്തിട്ട് വിശേഷം? നല്ല വിശേഷം. ഉമ്മ ഉണ്ട്, വാപ്പ എന്നിട്ട് വിശേഷം? വാപ്പ ഉണ്ട്, ഇത് ചൊക്ക്. സോ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലാണുള്ളത്. ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉമ്മ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലെ ജോലിക്ക് പോയി ഉണ്ടാക്കി വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പ്രോൺസ്, പിന്നെ ഫിഷ് കറി മറ്റേ മാംഗോ വെച്ചിട്ടുള്ള ഫിഷ് കറി, റൈസ്. പിന്നെ ഈ സാധനം എൻ്റെ നാട്ടിൽ പയറുപ്പേരി എന്നാണ് പറയണത്. ഇവിടെ അതിന് പറയണത് എന്താണ്? അച്ചിങ്ങ ചെമ്മീനിട്ട് വെക്കണ അങ്ങനെയാണ് പറയണത്. പിന്നെ കായല്ലേ അത്, കായ. ഇതെല്ലാം നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്, റൗഫ് മാത്രമില്ല. അവൻ ശ്രീലങ്കയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോളോ ട്രാവലിംഗ്. അതുകൊണ്ടില്ല, ചിലപ്പോൾ ഒരു 1 വീക്ക് കഴിയുമ്പോൾ വരുമായിരിക്കും. സോ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അവിടെ വേറെ ഒരാളുണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞു ക്യാരിയിങ് ആണ് കേട്ടോ. ഇപ്പൊ ഇനി ഒരു 2-3 ദിവസത്തില് ബേബീസിനെ ഡെലിവറി ചെയ്യൂല്ലോ ഉമ്മ. കുറച്ച് ദിവസത്തില് വരും. ഇനിയിപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കണം. കാരണം നല്ല ട്രാവലൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഫുൾ റെസ്റ്റ് എടുക്കണം. അപ്പോഴാണ് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത ട്രാവലുണ്ട്. ഫാസ്റ്റായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.